തിരുവനന്തപുരത്ത് പാഴ്സൽ വഴി കടത്താൻ ശ്രമിച്ച 900 ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടികൂടി. കോഴിക്കോട് MDMAയുമായി ഒരാളും മലപ്പുറത്ത് 2 പേരും അറസ്റ്റിലായി. വർക്കലയിൽ ലഹരി സംഘത്തെ പിന്തുടരുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിൽ പാഴ്സൽ വഴി MDMA കടത്തിയ കേസിൽ വെമ്പായം സ്വദേശി അതുൽ കൃഷ്ണ പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ മറ്റൊരു പാഴ്സൽ കൂടി തനിക്ക് വരാനുണ്ടെന്ന് പ്രതി എക്സൈസിനോട് പറഞ്ഞു. ഈ പാഴ്സലാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത്. ആ പാഴ്സൽ പാക്കറ്റിനകത്ത് ഒരു 35ഓളം സ്നാഗി മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് സിപ്ലോക്ക് കവർ, വലിയ സിപ്ലോക്ക് കവറുകളിലായിട്ട് ഒരു 5 കവറുണ്ടായിരുന്നു. ആ 5 കവറിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗഞ്ചാവായിരുന്നു. അതിൽ ടോട്ടൽ നമ്മൾ കഞ്ചാവ് മാത്രമായിട്ട് 897 ഗ്രാമാണ് റിക്കവർ ചെയ്തിട്ടുള്ളത്. ലഹരി ഉപയോഗം കൂടുതലാണെന്ന പരാതിയെ തുടർന്നാണ് തലസ്ഥാനത്തെ തീരദേശത്ത് പോലീസ് വ്യാപക റെയ്ഡ് നടത്തിയത്. ലഹരി മരുന്ന് കണ്ടെത്തിയ പെരുമാതുറ സ്വദേശി അസറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓപ്പറേഷൻ ഡി ഹണ്ട് റെയ്ഡിനിടെ വർക്കല ഐരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഷിർജുവിന് പരിക്കേറ്റു. ലഹരി സംഘത്തെ പിന്തുടർന്ന് ഓടുമ്പോഴായിരുന്നു പരിക്കേറ്റത്. കോഴിക്കോട് 89 ഗ്രാമോളം MDMAയുമായി യുവാവ് പിടിയിലായി. കുണ്ടായിത്തോട് സ്വദേശി അജിത്താണ് പിടിയിലായത്. മലപ്പുറം ചെമ്മാട് MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടയിലാണ് പന്താരങ്ങാടി പാറപ്പുറം സ്വദേശികളായ അഫ്സൽ, സൈനുദ്ദീൻ എന്നിവരെ തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.